ഹായ് ഫ്രണ്ട്സ്, ഇവിടെ പരാമർശിക്കുന്ന 3 സ്റ്റോക്കുകളുടെ പ്രത്യേകത ഈ 3 സ്റ്റോക്കുകളും പ്രൈവറ്റ് ബാങ്കുകളാണ്. മറ്റൊരു പ്രത്യേകത, ഇവ 100 രൂപയിൽ താഴെ ട്രേഡ് ചെയ്യുന്ന, ഈവൻ 18 രൂപ, 33 രൂപ, 62 രൂപ എന്നീ റേഞ്ചുകളിലൊക്കെ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളാണ്. കഴിഞ്ഞ ഒരു വർഷം ഈ 3 ബാങ്കുകളും നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുമുണ്ട്. ഇപ്പോൾ IDFC ഫസ്റ്റ് ബാങ്ക് 62 രൂപ എന്ന റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്ക് അതിൻ്റെ ഹൈ 86 വരെ പോയിരുന്നു. അവിടെ നിന്ന് ഏകദേശം 27% ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. കൂടാതെ ഈ ബാങ്ക് കഴിഞ്ഞ ഒരു വർഷം നൽകിയ റിട്ടേൺ -25% ആണ്. അതുപോലെ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് നോക്കുകയാണെങ്കിൽ അത് കറണ്ട് പ്രൈസ് 33 എന്നുള്ള റേഞ്ചിലാണ്. 61 രൂപ വരെ ഇതിൻ്റെ ഹൈ പോയിരുന്നു. ആ ഒരു ഹൈയിൽ നിന്നും ഏകദേശം 46% ഡൗൺ ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷം ഈ സ്റ്റോക്ക് -39% റിട്ടേൺ ആണ് നൽകിയത്. ഇനി നമ്മൾ യെസ് ബാങ്ക് നോക്കുകയാണെങ്കിലും ഇപ്പോൾ 18 രൂപ എന്ന പ്രൈസ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന ഈ ഒരു സ്റ്റോക്ക് അതിൻ്റെ ഹൈ 32 രൂപ വരെ പോയിരുന്നു. ആ ഹൈയിൽ നിന്നും 44% കറക്റ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്ക് ഉള്ളത്. കഴിഞ്ഞ ഒരു വർഷം -25% റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അണ്ടർ പെർഫോം ചെയ്യുന്ന ഈ 3 സ്റ്റോക്കുകളുടെയും റിസൾട്ടുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. R4iയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിൽസ് റവന്യൂ 9343 കോടിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ, അതായത് 2023 ഡിസംബറിൽ 7850 കോടി മാത്രമായിരുന്നു. ഇപ്പോൾ ഇയർ ഓൺ ഇയറിൽ 18% സെയിൽസ് റവന്യൂ വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നമ്മൾ പ്രോഫിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 2023 ഡിസംബർ ക്വാർട്ടറിൽ 732 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ കമ്പനി ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ള നെറ്റ് പ്രോഫിറ്റ് 340 കോടി മാത്രമാണ്. അതായത് 53% ഒരു ഡ്രോപ്പാണ് നമുക്ക് പ്രോഫിറ്റിൽ കാണാൻ പറ്റുന്നത്. ഇനി കഴിഞ്ഞ ക്വാർട്ടറും ഈ ക്വാർട്ടറും കമ്പയർ ചെയ്യുമ്പോൾ, അതായത് കഴിഞ്ഞു പോയ Q2 ക്വാർട്ടറും ഈ Q3 ക്വാർട്ടറും കമ്പയർ ചെയ്യുമ്പോൾ സെയിൽസ് റവന്യൂവിൽ 4.31% ഒരു വർധനവ് കാണാൻ പറ്റും. കൂടാതെ പ്രോഫിറ്റിൽ 60% ഒരു ജമ്പും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ക്വാർട്ടറിൽ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ നമ്മൾ ഏതൊരു ബാങ്കിൻ്റെയും റിസൾട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അസറ്റ് ക്വാളിറ്റി പരിശോധിക്കാറുണ്ട്. അതായത് നോൺ പെർഫോമിംഗ് അസറ്റുകൾ NPA അതിൻ്റെ റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്രോസ് NPA 2.04 ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ കാണുന്നത് 1.94 ആണ്. നേരിയൊരു കുറവ് അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അസറ്റ് ക്വാളിറ്റി വർദ്ധിച്ചിട്ടുണ്ട്. ഇനി നെറ്റ് NPA അഥവാ ബാഡ് ലോൺസ് നോക്കുകയാണെങ്കിൽ 0.68% ഉണ്ടായിരുന്ന സ്ഥാനത്ത് അത് 0.52 ആയിട്ടും കുറഞ്ഞിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഈ കമ്പനി അതിൻ്റെ ആ ഒരു NPA കുറച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കമ്പനിയുടെ ഇയർ ഓൺ ഇയർ ഡൗൺ ആയിട്ട് പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ആ മൈക്രോ ഫൈനാൻസ് രംഗത്ത് ഇവരുടെ ഒരു സ്ലിപ്പേജ് ഏകദേശം 143 കോടിയുടെ ഇത് ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റോക്കിൽ ഒരു അണ്ടർ പെർഫോമൻസ് നമ്മൾ കണ്ടത്. എന്നാൽ ഈ കമ്പനിയുടെ മറ്റ് സ്ലിപ്പേജുകൾ, ഇപ്പോൾ റീറ്റെയിൽ രംഗത്തായാലും MSME രംഗത്തായാലും അഗ്രികൾച്ചർ ലോണായാലും കോർപ്പറേറ്റ് ലോണുകളായാലും അതൊക്കെ സ്റ്റേബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ ബിസിനസ്സിൻ്റെ 95% ഈ നോൺ മൈക്രോ ഫിനാൻസ് ആണ്. പക്ഷെ ആ ഒരു 5% മൈക്രോ ഫിനാൻസ് രംഗത്തുണ്ടായിട്ടുള്ള തിരിച്ചടിയാണ് ഈ കമ്പനിയെ താൽക്കാലികമായിട്ട് ഇപ്പോൾ പുറകോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബാങ്കിന്റെ അടുത്ത ക്വാർട്ടറുകൾ കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുക. കാരണം ഇവരുടെ മൈക്രോ ഫിനാൻസ് രംഗത്തുള്ള അവരുടെ ലോൺ ബുക്ക് നമ്മൾ പരിശോധിച്ചാൽ അത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. സ്വാഭാവികമായിട്ടും അവിടെ റിസ്ക് കുറെ കൂടെ കുറഞ്ഞുകൊണ്ടുള്ള ലോണുകൾ കൊടുക്കുന്നതിൽ കമ്പനി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നെക്സ്റ്റ് ക്വാർട്ടർ ബെറ്റർ ആവുമെന്ന് തന്നെയാണ് പൊതുവെ കണക്കൂട്ടപ്പെടുന്നത്. ഇനി ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ അതിൻ്റെ സെയിൽസ് രേഖപ്പെടുത്തിയിട്ടുള്ള 1591 കോടിയുടെ റവന്യൂ സെയിൽസാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 1471 ആയിരുന്നു. അവിടെ 8% ഒരു വർധനവ് സെയിൽസ് റവന്യൂവിൽ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ പ്രോഫിറ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഡിസംബർ 23 300 കോടി ഉണ്ടായിരുന്ന പ്രോഫിറ്റ് ഇപ്പോൾ 109 കോടിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 63% ഒരു ഡ്രോപ്പാണ് നമുക്ക് നെറ്റ് പ്രോഫിറ്റിൽ കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 53% ഡ്രോപ്പാണ്. ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിൽ -1.35 നേരിയൊരു വേരിയേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസിങ്ങിൻ്റെ റിസൾട്ട് തികച്ചും നിരാശപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് ആ സ്റ്റോക്കിൽ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് നേരെ കറക്ഷനൊക്കെ കാണാൻ പറ്റി. കൂടാതെ മറ്റൊരു പ്രശ്നം ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് നേരിടുന്നത് അതിൻ്റെ ഗ്രോസ് NPA റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ഡിസംബർ ക്വാർട്ടറിൽ 2.18% ഉണ്ടായിരുന്ന ഗ്രോസ് NPA പിന്നീട് അത് വർദ്ധിച്ച് 2.23, 2.52, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് 2.68 ആണ്. അതുപോലെ നെറ്റ് NPA നോക്കുകയാണെങ്കിലും അവിടെയും വർധനവ് കാണാം. 0.17 എന്ന ഒരു നെറ്റ് NPA
2023 ഡിസംബർ രേഖപ്പെടുത്തിയ കമ്പനി ഇപ്പോൾ 0.28, 0.41, 0.56, ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുന്നത് 0.56% ഒരു നെറ്റ് NPA ആണ്. അപ്പോൾ ഇവിടെ ഗ്രോസ് NPA ആയാലും നെറ്റ് NPA ആയാലും അത് വർദ്ധിച്ചു വരികയാണ്. അതായത് അസറ്റ് ക്വാളിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. നമുക്കറിയാം ഈ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ഇടപെടുന്ന മേഖല എന്ന് പറയുന്നത് ഈ മൈക്രോ ഫിനാൻസ് രംഗമാണ്. വളരെയധികം അൺസെക്യൂർഡ് ആയിട്ടുള്ള ലോണുകളാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർക്ക് കോർപ്പറേറ്റ് ലോണുകൾ വളരെ കുറവായിരിക്കും. കാരണം സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് കൃത്യമായ ഡയറക്ഷൻ ഉണ്ട്, അവർ ഏത് മേഖലയിലാണ് ലോൺ കൊടുക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആ ഒരു മേഖലയിലായിരിക്കണം അവർക്ക് കൂടുതൽ ലോൺ കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കോർപ്പറേറ്റ് ലോണുകളോ അല്ലെങ്കിൽ നല്ല രീതിയിൽ സെക്യൂർഡ് ആയിട്ടുള്ള ലോണുകളോ ഇവർക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് ട്രൈ ചെയ്യുന്നത് ഒരു യൂണിവേഴ്സൽ ബാങ്കായി മാറാനുള്ള ശ്രമമാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അപ്രൂവലിന് വേണ്ടി ഈ ബാങ്ക് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അൺസെക്യൂർഡ് ലോണുകളിൽ നിന്നും രക്ഷപ്പെടാൻ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാർഗം മാത്രമേ മുമ്പിലുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാണ് കമ്പനി. ഇപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിൻ്റെ ബോട്ടം ലെവലിലാണുള്ളത്. 33 എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലാണ്. ഈ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് തികച്ചും അപകടകരമായൊരു സ്ഥിതിയിലേക്ക് സ്റ്റോക്ക് പോകാൻ സാധ്യതയുണ്ട്. അടുത്ത സ്റ്റോക്ക് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്കിൻ്റെ സെയിൽസ് 7,833 കോടിയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 2023 ഡിസംബർ ക്വാർട്ടറിൽ അത് 6,989 ആയിരുന്നു. അപ്പോൾ ഇയർ ഓൺ ഇയറിൽ 12% ഒരു നല്ല വർധനമാണ് നമ്മൾ കാണുന്നത്. ഇനി പ്രോഫിറ്റിൻ്റെ പാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 2023 ഡിസംബർ ക്വാർട്ടറിൽ 243 എന്ന പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ കമ്പനി ഇപ്പോൾ 619 കോടിയുടെ പ്രോഫിറ്റാണ് രേഖപ്പെടുത്തിയത്. ഇത് ഏകദേശം 155% വമ്പിച്ചൊരു ജമ്പാണ്. ഇപ്പോൾ പ്രോഫിറ്റിൽ എല്ലാവരും അത്ഭുതപ്പെടുത്തിയുള്ള ഒരു ജമ്പാണ് നമുക്ക് യെസ് ബാങ്കിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കുകയാണെങ്കിൽ അവിടെ 9% ഇൻക്രീസ് കാണാൻ പറ്റും. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും 1.24% നേരിയ വർധനവും കാണാൻ പറ്റും. അപ്പോൾ യെസ് ബാങ്കിൻ്റെ റിസൾട്ട് ഈ രണ്ട് ബാങ്കുകളെയും മറികടക്കുന്ന രീതിയിലുള്ള വളരെയധികം പോസിറ്റീവായുള്ള റിസൾട്ടാണ്. കൂടാതെ യെസ് ബാങ്കിൻ്റെ അസറ്റ് ക്വാളിറ്റി നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ ഗ്രോസ് NPA 2% എന്ന ലെവലിൽ ഡിസംബർ 2023 ഉണ്ടായിരുന്നത് അത് കുറഞ്ഞു വന്ന് 1.70, ഇപ്പോൾ 1.60 എന്നുള്ള ലെവലിലേക്ക് അവർ കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ നെറ്റ് NPA നോക്കുകയാണെങ്കിലും അത് 0.90 എന്നുള്ള പെർസെൻറ്റേജിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞു വന്നിട്ട് 0.50 ആയിട്ട് കുറഞ്ഞതായിട്ടും കാണാം. ഈ സ്റ്റോക്കിൻ്റെ അസറ്റ് ക്വാളിറ്റി തീർച്ചയായിട്ടും വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ ഒരു റിസൾട്ട് പരിശോധിക്കുമ്പോൾ ഈ ഏതൊരു ബാങ്കിൻ്റെയും പ്രധാനപ്പെട്ട ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ഇൻകമാണ്. അപ്പോൾ ആ മേഖലയിൽ ഇപ്പോഴും ഈ സ്റ്റോക്ക് പുറകിൽ തന്നെയാണ്. കാരണം ഈ ഒരു പ്രോഫിറ്റിലുള്ള പ്രധാനപ്പെട്ട ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകമാണ് നമുക്ക് കാണാൻ കഴിയും. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം മാർജിന് അത് 2.4 എന്നുള്ള ഒരു ലെവലിൽ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ തീർച്ചയായും അതിൻ്റെ മാർജിൻ ഇമ്പ്രൂവ് ആകേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഇൻകം വർദ്ധിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ വന്നിട്ടുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള റിസൾട്ടായിട്ട് ഭാവിയിൽ മാറുമെന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻകം എല്ലാ കാലത്തും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കമ്പാരിറ്റീവ്ലി നല്ലൊരു റിസൾട്ടാണ് യെസ് ബാങ്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ ഈ 3 സ്റ്റോക്കുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. See you next time with another video.